അസ്സലാമലൈക്കും. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് കുക്കീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾക്ക് പെരുന്നാളിന് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സ്വീറ്റായിട്ടുള്ള ഒരു സംഭവമാണ് ഈ റെഡ് വെൽവെറ്റ് കുക്കീസ്. ഇതുണ്ടാക്കാനായിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഒരു ചലഞ്ചാണ്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് ചെയ്തൊരു ചലഞ്ചാണ്. നമ്മൾ ഈദിന് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. അപ്പോൾ നമ്മൾക്ക് എൻ്റെ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് ഞാൻ ഫസ്റ്റായിട്ട് പറയാൻ പോകുന്നുള്ളത് നമ്മൾ കുക്കീസ് ഇത് 2 ടൈപ്പിലാണ് ഉണ്ടാക്കുന്നുള്ളത്. ഓവൻ യൂസ് ചെയ്തിട്ടും ഓവൻ യൂസ് ചെയ്യാത്തതും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 75 ഗ്രാം ബട്ടറാണ് ഫസ്റ്റ് നമ്മൾ ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഒന്ന് നന്നായി ഇതിനെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചതാണ്. അപ്പം ഇതും കൂടി പൊടിച്ചിട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഈ ബീറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ബട്ടർ ക്രീം ഉണ്ടാക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് എത്തിച്ചേരണം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഓഫ് ചെയ്ത് ഇതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്നൊക്കെ നമ്മൾ ഒരു 6 മണിക്കൂർ പുറത്ത് വെച്ച മുട്ടയാണ്. ഇനി ഇതിനൊന്ന് നന്നായിട്ട് അടിച്ചു കൊടുക്കാം. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കീസാണ്. നിങ്ങൾക്ക് ഓവൻ വേണം എന്നൊന്നുമില്ല കേട്ടോ. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും, പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ ബട്ടർ സോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയുള്ള ആ സോൾട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ മുട്ടയുടെ കൂട്ടത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇൻകോപ്പറേറ്റ് ആകുന്നത് പോലെ ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് നിങ്ങൾ ഇടാൻ മറക്കരുത്, കാരണം മുട്ടയുടെ സ്മെല്ല് നന്നായിട്ട് വരും. ഇനി കുറച്ച് ബാച്ചസ് ആയിട്ട് നമ്മൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത പിന്നെ നമ്മൾ ഒന്ന് ഇങ്ങനെ അടിച്ചോണ്ട് നിൽക്കണം. നല്ലപോലെ ഇൻകോപ്പറേറ്റ് ആകുന്നതനുസരിച്ചിട്ട് വേണം വീണ്ടും ആയിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഡോ ആയി കിട്ടൂല കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു 1/4 കപ്പ് ഞാൻ ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ 1 ടീസ്പൂണ് റെഡ് കളറാണ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് ഇനി ഇതിനെ നല്ല സ്ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ മിക്സ് ആവുന്ന ഒരു രൂപത്തിലേക്ക് ആക്കിയെടുക്കാം. കളറൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാനിത് നേരത്തെ നിങ്ങളോട് ഒരു ചലഞ്ചിനെ കുറിച്ച് പറഞ്ഞില്ലേ. അപ്പോൾ എന്താണ് ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ പെരുന്നാളിന് എല്ലാവർക്കും ഹൃദയം, അതായത് ഹാർട്ടിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഈ ചലഞ്ച് ഉള്ളത്. അപ്പം ഇനി നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1/2 മണിക്കൂർ വരെ ജസ്റ്റ് ഒന്ന് നമ്മൾ തണുപ്പിച്ചെടുക്കണം. റെഫ്രിജറേറ്റ് ചെയ്യണം. മേലല്ല കേട്ടോ, ഫ്രീസറിലല്ലേ. എന്നിട്ട് നമ്മൾക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രൊസീജിയർ കാണാം കേട്ടോ. അപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞു. ഡോ നല്ല സെറ്റായിട്ടുണ്ട്, നല്ല ഹാർഡായിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഹാർഡായിട്ടുണ്ട് ഡോ എന്നുള്ളത്. അപ്പം ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് നമ്മൾക്ക് ഓരോരോ ഡോ ആയിട്ട് നമുക്ക് റോൾ ചെയ്തിട്ട് എടുക്കാം. ഇതേ സമയത്ത് തന്നെ ഞാനൊരു നോൺ സ്റ്റിക്ക് പാനല്ല, സോസ് പാനും അതുപോലെ തന്നെ ഓവനും പ്രീ ഹീറ്റിന് വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് റോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞങ്ങളുടെ തീം ഹാർട്ട് ഷേപ്പ് ആയത് കാരണം ഞാൻ 2 ഹാർട്ട് ഷേപ്പ് വെച്ചിട്ടുണ്ട്. അതാവൂ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയാവുന്നുണ്ട്. ഇതിനേക്കാട് കുറച്ചും കൂടി സ്പേസ് വെച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ ചെയ്യാൻ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പാത്രത്തിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്തത്. ഇനി നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ 170 ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത്. 7 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ 2 റോഡും ഇതാക്കിയിട്ട് 15 മിനിറ്റ്സ് ആണ് ഞാൻ ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നമ്മൾക്ക് നോക്കാം, കാരണം ചില ഓവനിൽ 15 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ നമ്മുടെ കുക്കീസ് കറക്റ്റായിട്ട് ആവും. ഇനി നമ്മൾ അതുപോലെ തന്നെ പാത്രത്തിലോട്ടേക്കും നമ്മൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം കണ്ടില്ലേ കുക്കീസ് ബേക്കായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചലഞ്ചിൽ ബാക്കി കുറേ ആൾക്കാരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പീസും വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള
ഓരോ ലിങ്കിലും കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടാണ്ട് ക്രിയേറ്റീവ് ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഒരു എന്താ പറയുക കൂട്ടായ്മയുടെ ഒരു പ്രവൃത്തിയാണ് കേട്ടോ. അവരുടെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കണം. നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് 20 മിനിറ്റ്സ് എടുത്തു, ഞാൻ വീണ്ടും 5 മിനിറ്റ്സ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ക്രഞ്ചി ആയിട്ടുള്ള കുക്കീസാണ് റെഡി ആയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇനി ഒരു 1 വീക്ക് ഒന്നല്ല 2 വീക്സ് വരെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഹാമ്പറായിട്ട്, അതായത് ഈദ് ഹാമ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സൂപ്പറായിട്ടുള്ള ഡിഷാണ് നമ്മുടെ ഈ റെഡ് വെൽവെറ്റ് കുക്കീസ്. ഈസി ആയിട്ടില്ല. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ക്രീം ചീസൊക്കെ വെച്ച് ഡബിൾ ലെയർ കുക്കീസ് ഉണ്ടാക്കാമെന്ന്. പക്ഷേ അതിനേക്കാളും തന്നെ ഇതാകുമ്പോൾ നമുക്ക് കുറേ കാലം കൂടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ബെസ്റ്റ്. അപ്പം നിങ്ങൾ കുറച്ച് കുക്കീസ് വെക്കുമ്പോൾ കുറച്ച് സ്പേസ് വെച്ചിട്ട് വേണം കുക്ക് ചെയ്ത് എടുക്കാൻ. നല്ല അടിപൊളിയായിട്ടുള്ള എൻ്റെ ഈ റെഡ് വെൽവെറ്റ് കുക്കീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ പെരുന്നാൾ എന്തായാലും ഇഷ്ടമാവും. അപ്പം വീണ്ടും നല്ലൊരു ഈദ് വ്ളോഗിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നശ്വാന സൈനിങ് ഓഫ്. ബൈ, അസ്സലാമു അലൈക്കും.